ഹായ് ഫ്രണ്ട്സ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയൊരു യാത്രാ വ്ളോഗാണ്. നമുക്ക് നിലമ്പൂരിലേക്കൊന്ന് പോകാം. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുടെ ഒരു സ്ഥലമാണ് നിലമ്പൂർ. സമയം ഏകദേശം 6:25 നമ്മള് രാവിലെ 6:25. അപ്പൊ നമ്മള് തുടങ്ങാണ്. ഇവിടുന്ന് അങ്ങോട്ട് യാത്ര ആയിട്ട് തുടങ്ങാണ്. ഓക്കെ, എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറിനടുത്താവാനായി. വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം ഒരു എന്താ പറയാ വനത്തിനുള്ളിലേക്ക് പോവാന്നുള്ളൊരു കരുതായിരുന്നു. ഇതിപ്പോ ഏകദേശം ഒരു അവിടെ എത്താനായി ഏകദേശം ഇനി ഒരു 3/4 മണിക്കൂറിനടുത്ത് ഇത് യാത്രയും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം അവിടെ എത്താം. നിലമ്പൂർ വനത്തിന് ഏകദേശം അവിടെ എത്താം. ഇപ്രാവശ്യം ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മുഴുവൻ തോരണങ്ങളും ഫ്ലെക്സുകളും പോസ്റ്ററുകളും ആവും എല്ലായിടത്തും. ഇപ്പൊ ഈ കാണുന്നത് ഇതൊരു റബ്ബർ തോട്ടാണ്. റബ്ബർ തോട്ടത്തിന്റെ ഉള്ളിൽ പറയുന്നതൊക്കെ എല്ലായിടത്തും എല്ലാ റബ്ബർ മരത്തിനും വരെ പോസ്റ്ററും തോരണങ്ങളും എല്ലാം കൊണ്ടും അലങ്കരിക്കുകയും എന്താ പറയാ പ്രചാരണത്തിലാണ്. ഈ വനത്തിനുള്ളത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ആട്യൻപാറ വഴി നേരെ നാട്ടിലേക്ക് പോരാനാണ് പ്ലാൻ. ഒരു 1 ഡേ ട്രിപ്പ് അതാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മളൊരു നിലമ്പൂരിന്റെ ഏകദേശം ഒരു ഫുൾ കാടിലേക്ക് എത്തിയിട്ടുള്ളതാണ്. നമ്മൾ പോകുന്ന നിലമ്പൂരിന്റെ കുറച്ച് ഫുൾ ഏരിയയിലേക്ക് വന്നിട്ടുള്ളതാണിത്. അപ്പൊ ഇതിന് തൊട്ട് ഇവിടെ കാനകളൊക്കെ സ്ഥിരമായിട്ട് ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. പിന്നെന്താണ് നോക്കുക, കുറച്ചുകൂടി മുന്നോട്ട് പോവാം. അപ്പൊ ഇതിപ്പോ ഞാനും എന്റെ വൈഫുണ്ട്, വൈഫിന്റെ ഫാമിലി ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിയതാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ കാന ഇറങ്ങുന്ന സ്ഥലമാണ് തോന്നുന്നത്. അപ്പോ നമുക്ക് ആ ഫാമിലി എല്ലാം കൂടി ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ കാടിന്റെ ഉള്ളിലേക്ക്. കുറച്ച് ദൂരം കൂടി ഉള്ളിലോട്ട് പോയേക്കാം. ഇവിടെ എന്താ പറഞ്ഞാൽ ജനവാസ കേന്ദ്രം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അത് മനസ്സിലാക്കണം. ഇവിടെ ആദിവാസികൾക്കുള്ള വീട്, സ്കൂളൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് ആദിവാസികളൊക്കെ ജോഗ്രഫിക്കലി നമുക്ക് എവിടെ പോകണ്ടേ? അപ്പൊ അങ്ങനെ ഇതിപ്പോ എന്താ സംഗതി? ഇത് വിറക് ഒരു കൂട്ടി കെട്ടിയിട്ട് വെച്ചപ്പോ ഓരോ നടത്തുന്നവര് കണ്ടോ ചാരി വെക്കുന്നത്? അവിടെ കണ്ടിട്ടോ ചാരി വെച്ചല്ലേ കൃത്യമായിട്ടുള്ള അളവിൽ ആരൊക്കെ വിറക് എടുത്തു വെക്കണ തോന്നണ. അവിടെ ഏതൊരു ചേച്ചി ഉണ്ട്. എന്താണ് സംഗതി? എവിടെ? അപ്പൊ നമ്മളിത് ഇപ്പൊ കാടിന്റെ ഉള്ളിലേക്ക് ഏകദേശം ഒരു കുറച്ച് പോകുന്നില്ലേ ഒരു 500 മീറ്ററിനൊക്കെ ഉള്ളിലേക്ക് പോകുന്നില്ലാവും. ഇവിടെ ഒരു പുഴ ഉണ്ട് പറഞ്ഞു. കുറച്ചും കൂടി ദൂരം പോയാല് ആനകൾ ഇറങ്ങിയുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ആരൊക്കെ വീഴും എന്നുള്ളത് നമുക്ക് പ്രത്യേകം നോക്കണം. മിക്കവാറും ഞാൻ തന്നെ ആദ്യം വീഴല്. ഈ വീഡിയോ മിക്കവാറും ഞാൻ ഒഴിവാക്കുന്നതാണ്. കാരണം എനിക്കാണ് മുന്നോട്ട് പോകാൻ പറ്റും തോന്നില്ല. ഇല്ലല്ല, ഇളകണ്ട, നേരെ പോയാ മതി. കൈ സ്റ്റഡിയില് അങ്ങനെ ഇല്ല. അവിടെ വരെ പോണോ? അവിടെ നിന്ന് ഇറങ്ങണോ? അവിടെ നിങ്ങൾ ഇറങ്ങണോ? ഫോട്ടോ എടുക്കണം. അജേട്ടൻ അതിന്റെ ഇടയിൽ കൂടെ ഒരു ഫോട്ടോ എടുത്തോളൂ. സേഫ് സോണിലെത്തി. ഇന്നെ നോക്കണ്ട ആളാണ് ഞാൻ നോക്കണത്. മുന്നിൽ നടക്കല്ലേ നല്ല ആട്ടോടെ വീഴല്ലേ? നേരെ നടന്നോ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ പറ്റുമോന്ന് അറിയില്ല. കുറച്ചും ദൂരം നടന്നു നോക്കാം. അഥവാ കാണുകയാണെങ്കിൽ തിരിച്ചു പോയണം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ തന്നെ ബാക്കിയുള്ള ഫാമിലിക്കാരൊക്കെ വിളിക്കാൻ തുടങ്ങി. അങ്ങനത്തിനൊക്കെ ബാക്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. മതിയായിരുന്നു.
ഞാനതാ ജീൻസ് പാന്റ് നോക്കട്ടെ. ഇത് ഉള്ളോട്ട് പോകും തോറും എന്താ പറയാ കുറച്ച് വനം അങ്ങനെ ഫുൾ മരങ്ങള് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സൈസുള്ള മരങ്ങള്. ഈ മരയുടെ താഴെ മുന്നോട്ട് വാ. മുന്നോട്ട് പോകും തോറും പോകണോ വേണ്ട എന്നുള്ളൊരു പേടിയാണ്. അപ്പൊ കുറച്ചുപേരെ അവിടെ നിന്നു, ഇനി ഇല്ലാന്ന് പറഞ്ഞാണ്ട് കുറച്ച് ഉള്ളിലോട്ട് പോരാന്നുള്ളൊരു കാരണം ഇങ്ങനെ പോകുന്നതാണ്. അതുപോലെ പാമ്പോ കുരങ്ങന്മാർ ഇഷ്ടം പോലെ കേട്ടോ. പക്ഷെ ഒക്കെ നല്ല മരത്തിന്റെ നല്ല ടോപ്പിലാണ്. ഞാൻ പോണോ? തിരിച്ചു പോവാ. ചീത്തവരുണ്ട്. ഇവിടെ ഉള്ളൊരു ചേച്ചി ഉണ്ട്, നമ്മളൊരു റിലേഷൻ കൂടിയാണ്. അപ്പൊ ഒരു ശിശിരേർത്തി എന്ന് പറയും. അത് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണില്ല. ഏകദേശം മുഴുവൻ കാടായി. വഴി തന്നെ തീർന്നു പോയി എന്ന് വേണേൽ പറയാം. ഞങ്ങളുടെ നടക്കാനുള്ള വഴിയൊക്കെ വളരെ കുറവാണ്. തീരെ നടക്കാത്തതുകൊണ്ട് തന്നെ വഴി ഇല്ലാത്ത രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോലെ ഇവിടെ ഒരു ചേച്ചി ഉണ്ട്, സുശീലേർത്തി എന്ന് പറയും. ഞങ്ങളൊരു റിലേഷൻ തന്നെയാണ്, വേറെ റിലേഷൻ തന്നെയാണ്, ഭാര്യന്റെ റിലേഷനാണ്. അപ്പൊ അവരോട് കൂടി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. ഇവിടെ ഒരു പുഴ ഉണ്ടെന്ന് പറഞ്ഞു, അത് പോകാൻ പറ്റുമോ നോക്കണം. പോവാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണിക്കണം. അപ്പൊ ഓക്കെ വാ. ആനുണ്ടാവും. ആന പണ്ടത്തെ ആനല്ല, ഇപ്പോഴത്തെ ആന പിന്നാലെ ഓടും. പണ്ടത്തെ ആന അച്ഛനോട് വെച്ചാൽ ആന അവിടെ ഒക്കെയാണ് ഞങ്ങൾ ഇതിലെ തിരിഞ്ഞു പോകാം. ഇപ്പോഴത്തെ ആന അങ്ങനെയല്ല. ഇപ്പോഴത്തെ ആന നമ്മളെ ചൂര് കേട്ടാ പിന്നാലെ ഓടുകയാണ്. അച്ഛയൊക്കെ ഇവിടെ അന്ന് കാട്ടിക്ക് വരുന്ന അന്നൊക്കെ ആന ആ മരം നിൽക്കുന്ന അത്ര വിട്ടാണെങ്കിൽ ഞങ്ങൾ ആന ഇങ്ങോട്ടാ തിരിഞ്ഞിരിക്കുന്നു. അതിന്റെ ബാക്കിൽ ആ കരി ഉണ്ടാക്കി അത് വരും, പിന്നെ ഉണ്ണി വരും. എന്നിട്ട് കാട്ടുകൂടിയൊക്കെ പോയി വിറക് കൊണ്ടുവരും. അന്ന് പിന്നെ പുഴേന്റെ അവിടെ പോകും, പുഴയിൽ പോകും. അന്നൊന്നും ആന എവിടെയെന്നുള്ളത് നോക്കിയാൽ മതി, നമുക്ക് പേടിക്കാല്ല. ഇപ്പൊ ആന നമ്മളെ ഒച്ച അല്ലെങ്കിൽ ചൂരോ കേട്ട ഇങ്ങോട്ട് വരും. അവിടെ ഉണ്ട് അതേപോലെ കാട്, പൂക്കോട്ടുമാടല്ലേ വീട്ടില്, അവിടെ നിന്നുണ്ട് പുഴ. അവിടെ ഒരു പുഴ ഉണ്ട്. അവിടെ പുഴേനകത്ത് പിന്നെ അത് ഇമ്പത്തിന്റെ ആ ഒരു ഇതിന്റെ മാത്രം കാണാം. അത് പിന്നെ ഇതിലൊരു രസാട്ടോ, വേരൊക്കെ പൊന്തി നമ്മള് പോയിണോ? ഞാൻ ആരായിട്ടുണ്ട് പറഞ്ഞു. അവിടെ കുളിക്കാനൊക്കെ പോയിരുന്നു. ഇതിപ്പോ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ഇവരിങ്ങനെ കാട്ടിക്ക് പോയപ്പോഴേ ഏല വണ്ടിയാലും കാട്ടുകൂടി തന്നെ വന്നു. അങ്ങോട്ട് അതെ, ഒരു ദിവസം ഇന്നയും പുഷ്പേനയും കൂടി ആനയാക്കിയേ. ആന ആട്ടുവച്ചാലും പോരാ. ഞങ്ങളിങ്ങനെ ശരിക്കച്ച് കയറും കൊണ്ടേ മോരുന്ന സമയത്ത് ഇങ്ങനെ നോക്കുമ്പോ തുമ്പി ഇങ്ങനെ ഞങ്ങൾ എത്തിയെത്താനായിട്ട് അതിൽ അവിടുന്ന് ഒന്നുമില്ല. പുഷ്പേന്റെ കയ്യും പിടിച്ചാൽ പാഞ്ഞ് ഞങ്ങൾ കുറേ ദൂരം പാഞ്ഞിട്ട് നോക്കുമ്പോണ്ട് പാലങ്ങൾക്കാർ വറകുണ്ടാക്കണം. അവിടേക്കാ പായുന്ന. അപ്പൊ ഞാൻ എന്തായിരുന്നു, ഏതായാലും ഞങ്ങൾ ചാവും, ഞങ്ങൾക്ക് ഉറപ്പാക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, പുഷ്പ ഏതായാലും നമ്മൾ പോകും, അയച്ചാളെ ഇടയ്ക്ക് നമുക്ക് പായണ്ട, തിരിച്ചു പായാണ്. തിരിച്ച് പുഴേന്റെ അവിടേക്ക് പാഞ്ഞപ്പോ ചെക്കന്മാരൊക്കെ കൂടി ഇങ്ങനെ കുളിച്ച് കൂക്കി അറുത്ത് വരുന്ന. അതിൽ ആന അവിടെ മാറിയിരുന്നു. ഒരു മരത്തിൽ ഇങ്ങനെ ചാരി നിന്നിട്ട് അവിടെ മാന്തി. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ആ കുഴി എന്താ പറഞ്ഞ, നമ്മളെ കുഴിച്ചൊരാളെ കുഞ്ഞും കൂടി സർക്കാർ ഭൂമി ആയതുകൊണ്ടാണ് ഇത്ര മരങ്ങളൊക്കെ രീതിയിൽ മണ്ഡലത്തിലൊക്കെ നിൽക്കുന്നത് അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിന് വരുന്ന പോലെ ഇങ്ങോട്ട് വരുന്നു. അപ്പൊ അത് എവിടെ പോകാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കാട്ടിന്ന് ഇറങ്ങാണ്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് പറയുന്നത് ആന വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇത് ഇങ്ങോട്ടൊക്കെ ജനവാസ കേന്ദ്രമാണ്, ഈ മതിലിന് ഇങ്ങനെ പുറത്തേക്ക്. അപ്പോൾ ആന വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണ്. ഇത് രാത്രി 6 മണി, വൈകുന്നേരം 6 മണി തൊട്ടിട്ട് രാവിലെ വരെ, ഏകദേശം 5 മണി വരെ, 6 മണി വരെ എങ്ങനെ പറഞ്ഞു, അതുവരെ ഇതിൽ സോളാർ വഴി കറണ്ട് പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മതിലും ഇവിടെ അടുത്ത്, ഈ മതിൽ ഇവിടെ അടുത്ത കാലത്താണ് ഉണ്ടാക്കിയത്. ഇതുവരെ ഈ ആളുകളോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഒരു മുറ്റത്തൊക്കെ ആനകളൊക്കെ വരുന്ന രാത്രികളൊക്കെ ഇവരെ കൃഷിനാശവും
കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഈ മതിലും ഈ കറണ്ട് പാസ് ചെയ്യുന്ന ഈ സംഗതിയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അത് ഉണ്ടാകലില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഇതില്ല. അപ്പോൾ അത് ഇവിടെ അടുത്ത കാലത്ത് ഈ മതിൽ ഉണ്ടാക്കിയത് വളരെ ഒരു ചുരുങ്ങിയത് 5-6 വർഷം ആയിട്ടുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുവരെ അത്രയും കാലം തന്നെ ഇവിടുത്തെ ആനകളൊക്കെ വളരെയധികം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അതേപോലെ കൃഷി നശിപ്പിക്കാനുള്ള കുരങ്ങനൊക്കെ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ അതിന്റെ നാശങ്ങളൊക്കെ ഇപ്പോഴും ഇവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആനയുടെ നാശം ഇതുകൊണ്ട് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് കറണ്ട് പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ഇപ്പൊ അങ്ങോട്ട് അത് കടക്കാനുള്ള വഴി തടഞ്ഞു വെച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പൊ അങ്ങനത്തെ കൃഷിനാശവും കാര്യങ്ങളൊന്നും ഇവർക്ക് ഇപ്പൊ ഉണ്ടാകുന്നില്ല ഇവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളിൽ ആളുകൾ താമസിക്കുന്ന ആളുകൾക്ക്. ഓക്കെ, അപ്പൊ അതാണിത്. ഇതിന്റെ ഇങ്ങോട്ട് കിടക്കുന്ന സ്ഥലമാണ്. അതായത് ജനവാസ കേന്ദ്രത്തിൽ നിന്ന് കാട്ടിലേക്ക് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. ഇതാണ് ഇതിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഞാൻ കാണിച്ചുതരാം. ഓക്കെ, നമ്മളിപ്പോ ഇവിടുന്നാണ് ഏകദേശം ഒരു 1 കിലോമീറ്ററിലധികം നടന്നു. 1.5 കിലോമീറ്ററിന്റെ അടുത്ത് ഏകദേശം നടന്നു. ഉള്ളോട്ട് നടക്കുന്തോറും ഇതിങ്ങനെ ഇപ്പൊ കുറച്ച് ഒഴിഞ്ഞു കിടക്കുന്ന മാതിരി കാണാം. ഉള്ളോട്ട് കയറും തോറും ഏകദേശം ഫുള്ളായിട്ട് കാട് ഫുള്ളായിട്ട് എന്താ പറയാ, കാട് മുഴുവൻ ഫോറസ്റ്റ് എന്നൊക്കെ പറയില്ല പണ്ട് ജഗതി പറഞ്ഞ മാതിരി, എന്ന മാതിരിയാണ്. മുഴുവനായിട്ട് തിങ്ങി മറിഞ്ഞ് നടക്കാൻ പോലും സ്ഥലം ഇല്ലാത്ത രീതിയിലേക്ക് കാടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ഇതിന്റെ എൻട്രൻസ് ഇതാണ്. ഇങ്ങനെ താന്ന് പോരണം. ഇപ്പൊ കറണ്ടൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വൈകുന്നേരങ്ങളിൽ കറണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, ശരി. നമ്മള് മലപ്പൂരിന്റെ നേരെ ഇപ്പൊ ഇവിടെ ആട്ടിൻപാറയിലെത്തിയേ. ആട്ടിൻപാറ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി. അപ്പൊ ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ, ഫാമിലി എല്ലാം കൂടി എല്ലാവരും താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. താഴെ കാണിച്ചിരുന്നു. സംഗതി നല്ല അടിപൊളിയാട്ടോ. പക്ഷേ ഫ്രണ്ട്സ്, അപ്പോ അങ്ങനെ കാണാലോ അല്ലേ. ഇവിടെ ഇപ്പൊ വെള്ളം സത്യം പറഞ്ഞാൽ കുറവാണ്. വെള്ളത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാലോ അല്ലേ. പാട്ടിൻപാറ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അതിന്റെ ടോപ്പ് ഭാഗമാണ് അതിന്റെ എൻട്രൻസിന്റെ ടോപ്പ് ഭാഗമാണ്. അപ്പൊ നല്ല ശബ്ദമാണ് ഇവിടെ വെള്ളം ഒഴുകി വരുന്നതിന്റെ. ഇത് നമ്മുടെ അതിരപ്പള്ളിയുടെ അത്ര തന്നെ ഉണ്ട്. വായച്ചാലിന്റെ ഒക്കെ മാതിരി ഏകദേശം ഒരു വെള്ളം ഫ്ലോ ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. വെള്ളച്ചാട്ടമായിട്ടുള്ളതല്ല, എന്താ പറയാ, അങ്ങനെ പറന്ന് ഒഴുകിന്ന് പോകുന്നേ അങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ രൂപമാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അങ്ങോട്ട് എന്റെ ഫാമിലി അംഗങ്ങളാണ് പോണത്. എന്റെ വൈഫാണിത്. അതിരെ ജസ്റ്റ് ഒന്ന് നോക്കണോ, എങ്ങനെയുണ്ട് കാഴ്ച? അടിപൊളി. ഇവിടെ വെള്ളം കുറവാണല്ലേ. ഇതിങ്ങോട്ടൊക്കെ നല്ല ഭംഗിയിൽ ഉണ്ടാവും. ആൾക്കാരുണ്ട്. ഇപ്പൊ കൊറോണന്റെ സീസണൊക്കെ മാറി തുടങ്ങി. ആൾക്കാർ വീണ്ടും വരാൻ തുടങ്ങി. ആട്ടിൻപാറയുടെ ഏകദേശം ഒരു ദൃശ്യമാണിത്. ഇപ്പൊ ആ കാണുന്നതാണ് എൻട്രൻസ്. ആ വേലി കെട്ടിയിട്ടുള്ള ഭാഗത്തു നിന്നാണ് എൻട്രൻസ് വരിക. ഓക്കെ, അപ്പൊ ആട്ടിൻപാറ വെള്ളച്ചാട്ടത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ ഇനി കാണുന്ന ഏരിയ ഉണ്ട്. ഇതൊക്കെ എന്താ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകും അങ്ങോട്ട്. നല്ല മഴക്കാലത്ത് മഴക്കാലത്തൊക്കെ ഫുള്ളായിട്ട് ഒഴുകി. ഇങ്ങോട്ടൊന്നും അനുവാദമില്ല ഇത് ആർക്കും കിടക്കാനൊന്നും. ഇപ്പൊ ഏകദേശം ഒരു ആളുകളൊക്കെ ഏകദേശം വരാൻ തുടങ്ങി, ടൂറിസ്റ്റുകളൊക്കെ. ഇതിന്റെ ആഴം എന്ന് പറയുന്നത് വലിയ ആഴമുള്ള ഏരിയ ഒന്നുമല്ല, അധികം ആഴമൊന്നുമില്ല. ഫുൾ പാറ ആയതുകൊണ്ട് തന്നെ നല്ല വഴുക്കലാണ്. നല്ല സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആള് താഴെ പോകും. ഇപ്പൊ നല്ല പാറ കിട്ടുന്ന അടിപൊളി കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. മരങ്ങളും നല്ല കല്ലുകളൊക്കെ ആയിട്ടുള്ള ഏരിയയിൽ ഏരിയയിൽ കൂടി മാത്രമാണ് വെള്ളം വരുന്നത്. അത് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വെള്ളച്ചാട്ടം എന്നുള്ള രീതിയിൽ കാണാൻ കഴിയുന്നത്. വരാൻ കാരണം നല്ല നല്ല വഴുക്കലാണ്. അവിടെ ഇന്നോടത്താണ് ജസ്റ്റ് പോകുന്നുള്ളൂ. അത്രയും നല്ല രീതിയിലുള്ള വഴുക്കലുണ്ട്. ഈ ഒരു ഭാഗത്ത് മാത്രമേ വെള്ളം വരുന്നുള്ളൂ, അത് കാണാൻ കഴിയുന്നുള്ളൂ. വരുന്നില്ല. അത്രയും വേനലിന്റെ കുറച്ചായതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവാണ്. ഇതിനേക്കാളൊക്കെ വെള്ളം ഉണ്ടാവുന്നതാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്.
പള്ളിയൊന്നല്ല, നിറച്ച് മുള്ളാട്ടോ. കാണില്ലാന്നുള്ളൂ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള മുള്ളാണ്. നമ്മൾ കുറച്ച് മുന്നോട്ട് പോയേക്കാം, എന്താ സംഗതി കാണാനോ. ചോട്ടൊന്ന് നോക്കണേ. ഈ ഏറ്റവും ടോപ്പിലുള്ള പാറേന്റെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ ആണിത്. കുറച്ച് താഴ്ചയുണ്ട് ഇതിന്. ഏകദേശം ഇനി നമ്മൾ നടന്നു വരുന്ന വഴിയാണിത്. അത്യാവശ്യം ഫുള്ള് കാട് എന്ന് തന്നെ പറയാം. സൂപ്പർ അടിപൊളി വ്യൂ ആണ് കാണുന്നത്. മനോഹരമായിട്ടുള്ള കാഴ്ച. നിറയെ പാറകളും കുറെ മരങ്ങളൊക്കെ ആയിട്ടുള്ള അതിൻ്റെ ഇടയിൽ കൂടി വെള്ളം ഒഴുകി വരുന്നതായിട്ടുള്ള നല്ല സൂപ്പർ വ്യൂ. കുമ്പറ വെള്ളച്ചാട്ടത്തിന് ഒരുപാട് പേര് ആഘോഷങ്ങളാക്കുന്നുണ്ടോ. കാടിക്ക് മുറിച്ച് വെള്ളത്തിൽ മുഴുവനായിട്ടുള്ളൊരു വ്യൂ ആണിത്. അങ്ങോട്ട് വന്നിട്ട് ഞങ്ങളിപ്പോൾ ആ ഭാഗത്ത് തന്നെയാണ് കുറച്ച് മുന്നേ കായൽ കാണിച്ചത്. കല്ല് പാറകളൊക്കെ ഉള്ളത്.